ഹായ് ഡിയേഴ്സ്, നമ്മുടെ അടുത്ത വീഡിയോ ഈ ഒരു സൈസിലടക്കം 3 സൈസിലുള്ള മാൻഡുല പ്ലാന്റ്സിൻ്റെ ഡിഫറെൻറ്റ് കോംബോ ഓഫേഴ്സൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നല്ല നാടൻ റോസിൻ്റെ ആണ്. അപ്പോൾ ചെറിയ ചെറിയ റോസുകളാണ് വരുന്നത്, നല്ല കുറ്റിയായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്. അപ്പോൾ ഇതിപ്പോൾ മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മഴയൊന്നും അധികം കൊള്ളാതെ വെക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. അത്യാവശ്യം പ്രകാശമുള്ള സ്ഥലത്ത് തന്നെ വെക്കാനും ശ്രദ്ധിക്കണം. നല്ല വെയിൽ വേണ്ട ചെടികളാണല്ലോ റോസുകൾ. ഇപ്പോൾ കുറച്ച് പ്രകാശമുള്ളിടത്ത് വെച്ച് അത്യാവശ്യം വളർച്ചയൊക്കെ ആയി കഴിയുമ്പോൾ വെയിലൊക്കെ വന്നു തുടങ്ങുമ്പോഴേക്കും നല്ല വെയിലത്തേക്ക് വെക്കാം. അപ്പം നാടൻ റോസുകൾ നമുക്കറിയാം അധികം കെയറിങ് ഇല്ലാതെ തന്നെ നിറച്ച് പൂക്കൾ തരുന്ന റോസുകളാണ്. റോസുകൾക്ക് വളം ചെയ്യാനും അതിൻ്റെ കെയറിങ്ങൊക്കെ എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ചെടി കൂടിയാണ് നാടൻ റോസുകൾ. നമുക്ക് കമ്പുകൾ വെട്ടിയെടുത്ത് പുതിയ പുതിയ തൈകളാക്കാനും ഒക്കെ നാടൻ റോസുകളാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇന്ന് നമ്മൾ നാടൻ റോസിൻ്റെ 3 വെറൈറ്റീസാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത്. കോംബോ ഓഫറിലാണ് നമ്മൾ ഈ പ്ലാന്റ്സ് ഒക്കെ തരുന്നത്. അപ്പോൾ ഇതൊക്കെ നാടൻ റോസാണ് കേട്ടോ. ഇതിനകത്തൊക്കെ നിറച്ചും പൂക്കളാണ്, കൊലകുത്തി പൂക്കളുണ്ടാകുന്ന നല്ല അടിപൊളിയായിട്ടുള്ള നാടൻ റോസുകൾ. അപ്പോൾ നമ്മൾ ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പാക്കിംഗ് ആണ് ചെടികൾക്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്ലാന്റ്സ് എല്ലാം നല്ല സേഫായിട്ട് സെക്യൂറായിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിലും കൂടുതൽ വെറൈറ്റീസൊക്കെ നമ്മൾ കോംബോ ഓഫറിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്ക് 3 വെറൈറ്റീസാണുള്ളത്. അപ്പോൾ ആ 3 വെറൈറ്റി കളേഴ്സിൻ്റെ ഫോട്ടോയൊക്കെ കാണിച്ചു തരാം. പ്ലാന്റ് സൈസ് സെയിം ആണ് കേട്ടോ. നമ്മൾ ഈ കാണിക്കുന്ന സൈസിലുള്ള പ്ലാന്റ്സ് ആണ് വരുന്നത്. നമുക്ക് റെഡും റോസും വൈറ്റും കളേഴ്സിലുള്ള നാടൻ റോസുകളാണ് വരുന്നത്. പ്ലാന്റ്സൊക്കെ നമ്മൾ കൂടുതലും കൊറിയർ വഴി തന്നെയാണ് അയക്കുന്നത്. അപ്പോൾ കൊറിയർ കയ്യിൽ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അൺബോക്സ് ചെയ്യുക കേട്ടോ. അൺബോക്സ് ചെയ്യുമ്പോൾ വീഡിയോ എടുത്ത് വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. പിന്നെ ഇത് അൺബോക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് പ്രകാശമൊക്കെ ഉള്ള സ്ഥലത്ത് ഒന്ന് വെള്ളമൊക്കെ തളിച്ച് വെച്ചേക്കുക. പിറ്റേ ദിവസം നമുക്ക് രാവിലെ ഈ ഒരു പ്ലാന്റൊക്കെ നട്ടു വയ്ക്കാം. പിന്നെ നമ്മളിതിൻ്റെ പാക്കറ്റ് പൊട്ടിക്കുമ്പോഴുള്ള മണ്ണുണ്ടല്ലോ, ആ മണ്ണിലിരുന്നാണ് ഈ ചെടികൾ ഇത്രയും വളർന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു മണ്ണ് ചെടികൾക്ക് നല്ലത് തന്നെയാണ്. ഒരിക്കലും അത് മൊത്തമായിട്ട് റിമൂവ് ചെയ്തിട്ട് പ്ലാന്റ് നടരുത്. അപ്പോൾ ഇതിൻ്റെ റൂട്ടൊക്കെ പൊട്ടിപ്പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അങ്ങനെ നട്ടിട്ട് സക്സസ് ആവുന്ന ആൾക്കാരും ഉണ്ടാവും. പക്ഷെ നമുക്കറിയില്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒരിക്കലും ചെയ്യാനായിട്ട് നിൽക്കണ്ട. ഈ മണ്ണിലിരുന്ന് ഈ ചെടികൾ ഇത്രയും വളർന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ പോട്ടി മിക്സിലേക്ക് ഈ ഒരു മിക്സോട് കൂടി ചെടി നട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ള റൂട്ടൊക്കെ അതിലേക്ക് നല്ല രീതിയിൽ വളർന്നോളും. പിന്നെ ഈ ഒരു ഫുൾ മിക്സ് വെച്ച് അയക്കുമ്പോൾ നമുക്ക് കുറച്ചധികം കൊറിയർ ചാർജ് വരും. അപ്പോൾ അതെല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ പകുതി മിക്സ് വെച്ചിട്ടായിരിക്കും നമ്മൾ അയക്കുന്നത്. അപ്പോൾ റൂട്ടൊക്കെ ഒന്ന് മണ്ണിലേക്ക് അമർന്നായിരിക്കും ഇരിക്കുന്നത്. അതൊക്കെ ഒന്ന് ഫ്രീ ആയിട്ട് വെച്ചിട്ട് നമ്മുടെ പോട്ടി മിക്സിലേക്ക് വെച്ച് കൊടുത്താൽ മതി. പിന്നെ അത് നല്ല രീതിയിൽ വളർന്നോളും. പിന്നെ നമ്മൾ നല്ല ചരളുള്ള മണ്ണ് നോക്കി അതിലേക്ക് പ്ലാന്റ് നടാൻ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ആ ഒരു മണ്ണിൽ ഒന്ന് സെറ്റായി വരുമ്പോഴേക്കും നമുക്ക് മൈക്രോ ന്യൂട്രിയൻസോ കാൽസ്യോ അതുപോലെ റോസ് മിക്സ് അതുപോലെയുള്ള വളങ്ങളെല്ലാം ചെയ്തു കൊടുക്കാം. NPK ഒക്കെ ഇടയ്ക്ക് കൊടുക്കാം. അപ്പം നമുക്ക് നന്നായിട്ട് പൂക്കളും തരും. പിന്നെ നമ്മൾ ഇടയ്ക്ക് സാഫൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ മറ്റുള്ള ചെടികളൊക്കെ നടാൻ ഉപയോഗിക്കുന്ന ഈ റൂട്ടിംഗ് ഹോർമോണിൻ്റെ ബാക്കിയുണ്ടല്ലോ, അതൊക്കെ ഇതിൻ്റെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നല്ലതാണ് ചെടികൾക്ക്. അതുപോലെ തന്നെ സാഫൊക്കെ ബാക്കിയുള്ള ചെടികൾക്ക് അടിച്ചു കൊടുത്തിട്ട് ബാക്കിയുണ്ടെങ്കിൽ എല്ലാ ചെടികൾക്കും അടിച്ചു കൊടുത്തോളാം. ഇനി നമ്മൾ അയക്കുന്ന 3 കളറിലുള്ള ചെടികൾ കാണിച്ചു തരാം കേട്ടോ. ആദ്യത്തെ തന്നെ ഒരു റോസ് കളറാണ്. ഇത് കാണുമ്പോൾ നമുക്കൊരു റെഡ് പോലെ തോന്നുന്നുണ്ടാവും, പക്ഷേ റെഡ് അല്ല കേട്ടോ, റോസാണ്. റെഡ് നമ്മൾ ഓഫറിൽ തരുന്നുണ്ട്, അത് കാണിച്ചു തരാം. ഇത് വൈറ്റാണ്, നല്ല പ്യുവർ വൈറ്റ് കളറിലുള്ള നാടൻ റോസുകളാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ബുഷായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. ഇതിനകത്ത് മൊട്ടുകളോ ഫ്ലവറോ ഉള്ള പ്ലാന്റാണ് നമ്മൾ അയച്ചു തരുന്നത്. ഇത് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റാണ്. അടുത്തത് റെഡാണ് കേട്ടോ. റെഡും ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് പൂക്കൾ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ്. ഇതുപോലെ 3 വെറൈറ്റി കളേഴ്സിലാണ് കോംബോ ഓഫർ വരുന്നത്. 3 വെറൈറ്റി റോസിന് കൊറിയർ ചാർജ് എല്ലാം ഉൾപ്പെടെ 299 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ പ്ലാന്റ്സ് വാങ്ങാൻ താല്പര്യമുള്ളവർ വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ. വാട്സപ്പ് ചെയ്യുന്ന കൂടെ തന്നെ നമ്മുടെ കാർട്ടിലൊന്ന് ചെക്ക് ചെയ്യുക. ഓഫർ വീഡിയോസും കണ്ടു നോക്കുക. ഒരുപാട് ചെടികളുണ്ട് കേട്ടോ ഓഫറിൽ.